വമ്പൻ ചൂടല്ലേ ഇവിടെ സംസ്ഥാനത്ത്. മഴയൊക്കെ അടുത്തുണ്ടാകുമോ എന്ന മുന്നറിയിപ്പ് ഒന്നും തന്നെ ഇല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ തന്നെ ഭീകര ചൂടാണ് അല്ലേ. ഇപ്പൊ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ, എല്ലായിടത്തും ഇല്ലെങ്കിലും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇടുക്കിയും വയനാടും ഈ 2 ജില്ലകൾ ഒഴിച്ച് 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുകയാണ്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും എന്ന മുന്നറിയിപ്പുണ്ട്. പകൽ സമയങ്ങളിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ആഷിഖ് നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് തത്സമയം. ആഷിഖെ, ഗുഡ് മോർണിംഗ്. ചൂടെന്ന് വെച്ചാൽ വമ്പൻ ചൂടാണ്. 38 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററലി മനുഷ്യൻ പൊള്ളിപ്പോകുന്ന അവസ്ഥ. സേതു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ ചൂട് ഒരുപക്ഷെ നമ്മുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാവിലെ 9 മണി 10 മണി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു ചൂട് നിലവിലുണ്ട്. ഉച്ചയാണെങ്കിൽ പറയുകയേ വേണ്ട. ഒരുപക്ഷെ നമുക്കൊന്ന് ഓഫീസിൻ്റെ പുറത്തിറങ്ങിയാൽ പോലും കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന, പെട്ടെന്ന് തന്നെ നമ്മുടെ വിയർത്തൊലിക്കുന്ന ഒരു സാഹചര്യം. അതിനേക്കാൾ പ്രശ്നമാണ് ഒരുപക്ഷെ രാത്രിയിലെ സാഹചര്യമെന്ന്. കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അസഹ്യമായ ചൂട് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. ഇനി അതൊന്ന് ചൂട് ഒഴിവാക്കാൻ വേണ്ടി ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാനിൽ നിന്നുള്ള ചൂട്, അങ്ങനെ ചൂട് കാറ്റടക്കം അനുഭവിക്കുന്ന സാഹചര്യം. ഇങ്ങനെ വലിയ രീതിയിൽ കാലാവസ്ഥ വലിയ രീതിയിൽ ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ പ്രധാനമായും ഇത്തരത്തിലുള്ള ഈ ചൂടിൻ്റെ ഈ താപനില ഡിഗ്രി കൂടി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 ജില്ലകളിൽ ഈ 38 ഡിഗ്രി സെൽഷ്യസ് എന്ന ഈ ഉയർന്ന താപനില തുടരുകയാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ കൊല്ലമുണ്ട്, പാലക്കാടുണ്ട്, അതുപോലെ കോഴിക്കോടുണ്ട്, കാസർഗോഡുണ്ട്. ഈ 4 ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് ആയി തന്നെ ഈ താപനില മുന്നറിയിപ്പ് തുടരുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, അതുപോലെ തന്നെ കണ്ണൂർ അടക്കം 5 ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. പത്തനംതിട്ടയിൽ മാത്രമാണ് 36 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനിലയുള്ളത്. ഇങ്ങനെ ഏകദേശം 10ഓളം ജില്ലയിൽ യെല്ലോ അലർട്ട്, ഉയർന്ന താപനിലയുടെ യെല്ലോ അലർട്ട് നിലവിൽ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ ഉയർന്ന താപനിലയ്ക്കൊപ്പം ഈ ചൂടനുഭവം കൂടി കൂടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നേരിട്ട് ചൂട് അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് നിരീക്ഷകർ നമുക്ക് ഒരു നിർദ്ദേശമായി പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ഈ കാലാവസ്ഥയിൽ ആളുകൾ പറയുന്നുണ്ട്. ഈ ഒറ്റപ്പെട്ട മഴ സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. ഈ ഇടിമിന്നലോട് കൂടിയ മഴയായതിനാൽ തന്നെ അത്തരത്തിലുള്ള ജാഗ്രത കൂടി പാലിക്കണമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ മഴ ലഭിക്കുമ്പോൾ തന്നെ ചൂട് കുറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ 10ഓളം ജില്ലകളിൽ ഇപ്പോഴും ഈ അപ്പം ചുരുക്കത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു കാലാവസ്ഥയൊക്കെ ഇനിയും തുടരുമെന്ന് സാരം. അതുകൊണ്ട് നമ്മൾ സ്വയം മുൻകരുതലുകളൊക്കെ എടുത്ത് പോകാം. അത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. കാലാവസ്ഥ ഇപ്പം മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. പൊള്ളുന്ന ചൂടാണ്. കഴിയുന്നതും 10 മണിക്ക് ശേഷമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്. 10 മണിക്ക് ശേഷം അറിയാലോ, ഇപ്പം 10 മണിയെന്നല്ല, ഇപ്പം നേരത്തെ ഈ പകലും രാത്രിയും സമാസമമായിട്ടുള്ള മാസത്തിലാണ് നമ്മളൊക്കെയും ഉള്ളത്. പകലും രാത്രിയും ഒരേ ദൈർഘ്യമാണ് ഈ മാസങ്ങളിലൊക്കെ, മീനമാസത്തിലൊക്കെ വരുമ്പോൾ.